എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു മുട്ടയുടെ വിഭവം തയ്യാറാക്കാം. ഇത് ഞാൻ കണ്ടത് സഫാരി TV മലയാളത്തിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ബീഹാറിലെ കാഴ്ചകൾ കാണിച്ചപ്പോൾ സഞ്ചാരത്തിലെ ഒരു എപ്പിസോഡിൽ കണ്ടതാണ്. ബീഹാറിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് പോച്ച്ഡ് എഗ്ഗ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന് തോന്നി. ഞങ്ങൾ ഉണ്ടാക്കി നോക്കി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് വേണം, മല്ലിയില, പിന്നീട് വേണ്ടത് മുട്ട, സ്വല്പം എണ്ണ വേണം. ഇത് തയ്യാറാക്കുന്നതിന് ഒരു കുഴിഞ്ഞ തവി പോലുള്ള ഒരു പാത്രമാണ് വേണ്ടത്. ഞാൻ തവിക്ക് പകരം കടുക് വറക്കുന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാത്രം ഒന്ന് ചൂടായിട്ട് വരട്ടെ. പാത്രം ചൂടായിട്ട് വന്നു, വെള്ളമയമൊക്കെ പോയി. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചെറുതായിട്ട് എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. തീ നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനിയും ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ഉപ്പ് വേണ്ട, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. തീ വളരെ ലോ ഫ്ലെയിമിലോട്ട് വെച്ചു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് സവാള, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇത് വെന്ത് വരട്ടെ. അടിഭാഗം മൂത്ത് വന്നു എന്ന് തോന്നുന്നു. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. മുട്ടയുടെ ഉണ്ണി അങ്ങ് പൊട്ടിപ്പോയി, സ്വല്പം താഴെ വീണിട്ടുണ്ട്. നമ്മുടെ മുട്ട തയ്യാറായോ എന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാമേ. മൂത്തു. ഈ വശവും നന്നായിട്ട് മൂത്ത് വന്നു. നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് തയ്യാറായി. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ പോച്ച്ഡ് എഗ്ഗ് തയ്യാറായി. ഇത് നെയ്യപ്പം പോലെ കുടുന്നു വന്നത് കണ്ടോ? ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ എന്നും കഴിക്കുന്നതാണെങ്കിൽ, മുട്ട പല രീതിയിൽ നമ്മൾ കഴിക്കുന്നതാണെങ്കിലും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. മുട്ട ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.